ലോവർ പ്രൈസ് ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഫ്രീസിങ്, ഫ്ലോറിംഗ് സാധാരണ ടൈം യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ദിവസം ഒരു ഓഹരി തലേ ദിവസം ക്ലോസിംഗ് പ്രൈസിനേക്കാൾ മാക്സിമം താഴേക്ക് വന്നാൽ എത്ര രൂപ വരെ വരാം. അപ്പോൾ സാധാരണ 2% മുതൽ 20% വരെ, 2, 5, 10, 20, 15% വരെയൊക്കെ സാധാരണ ഒരു 5% നിൽക്കുക. അപ്പോൾ തലേ ദിവസം ക്ലോസിംഗ് പ്രൈസിനേക്കാളും 5%-ത്തോളം പ്രൈസ് ഇന്ന് താഴെ എത്തി. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും താഴെയാണ്. 100 രൂപയ്ക്കാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നത്തെ വ്യാപാരം തുടങ്ങുമ്പോഴത്തേനും അത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ 5% താഴെയാണ് പ്രൈസ് എത്തിയേക്കുന്നത്. ഇത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വിൽക്കുന്നു. അപ്പോൾ നാച്ചുറൽ പ്രൈസ് താഴേക്ക് പോകുമല്ലോ. അപ്പോൾ പോയി 5% വരെ താഴെ എത്തിക്കഴിയുമ്പോഴത്തേനും അത് സീൽ ചെയ്ത് വെക്കും. പിന്നെ അത് അതിന് താഴേക്ക്, അപ്പോൾ 100 എന്നുള്ളതിനേക്കാളും 5% താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം വ്യാപാരം ഉണ്ടാവില്ല. താഴേക്ക് വാങ്ങാനായിട്ട് ആൾക്കാർക്ക് ഓർഡർ വയ്ക്കാം, വിൽക്കാനായിട്ട് പിന്നെ ഓർഡർ വെച്ചാൽ ആ ഒരു ഫ്ലോർ ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റിനേക്കാൾ താഴേക്ക് പോകാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ റേറ്റ് വരെ മാത്രമേ സെൽ ഓർഡർ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് DPR വരുന്ന ഡെയിലി പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു റേഞ്ചിലായിരിക്കും മുകളിലേക്കും താഴേക്കുള്ള പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗും ഉണ്ട്, മുകളിലേക്കുള്ള അപ്പർ